ഇന്ന് ഇവർക്ക് ലീവുള്ളൊരു ദിവസം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ പുറത്ത് പോയാലോ എന്നുള്ള പ്ലാനിങ്ങിൽ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോവാട്ടോ. പോയത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയതിന് പട്ടിച്ചന്തയ്ക്ക് പോവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പോയത്. എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വണ്ടിയിൽ നിന്ന് പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററും ഇച്ചിരി മുകളിലുണ്ട് ഒരു സ്ഥലത്തേക്കാണ് പോയത്. കാരണം ഇച്ചിരി ദൂരമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പോവാറുള്ളൂ കേട്ടോ. അങ്ങനെ സ്ഥലത്തൊക്കെ എത്തി. അവിടെ എന്തൊക്കെയോ കാണാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പോയത്. സ്ഥലത്തെത്തി ഈ കാണുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ പശുക്കുട്ടീനെ കണ്ട് പിന്നെ ഒരേ ഇതിൻ്റെ പേരിൽ നമ്മൾ കാണുന്നതൊക്കെ എടുക്കാമെന്നറിയില്ല, അങ്ങനെ എടുത്താട്ടോ. അങ്ങനെ പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ഒരു മാർക്കറ്റാട്ടോ. നമുക്ക് ഇവിടെ അടുത്തും ഇങ്ങനത്തെ മാർക്കറ്റ് തന്നെയാണുള്ളത്. ഇവിടെ ഈ മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതലും സ്ത്രീകളാട്ടോ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാം. അവരാണ് അടുത്ത് നാടൻ പച്ചക്കറികളും ഇനി അല്ലാത്തയാണെങ്കിൽ എല്ലാത്തെയൊക്കെ വെച്ചിട്ട് കൂടുതലും സ്ത്രീകളാണ് ഇങ്ങനെ വന്നിരിക്കുക കച്ചവടത്തിന്. അധികവും പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപ പ്രൈസിലാട്ടോ അധികം പച്ചക്കറി ഇവർ വിൽക്കുക. നമ്മൾ ഫോണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പിന്നെയാണെങ്കിൽ അവർക്കതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കേരള കടയുണ്ട്. അപ്പോൾ ഈ കേരള കട തിരഞ്ഞ് നടക്കുകയാണ് നമ്മൾ ഈ ഛത്തീസ്ഗഡിൽ. അവിടെ പോയിട്ട് ഒരുപാട് തിരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ പോയി. അവിടെ നിന്ന് ഓരോരുത്തർ പറഞ്ഞു ഈ സ്ഥലത്താന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി അവിടെ ഇല്ല. അങ്ങനെ അവസാനം അവിടെ നിന്നൊരു മലയാളീനെ കണ്ടു. അവർ കുറച്ച് അപ്പുറത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേച്ചി വേറെ ചേച്ചീൻ്റെ പച്ചക്കറീൻ്റെ എടുത്ത് കൊണ്ടുവന്നിട്ട് കച്ചവടം ഇട്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുന്നതിനിടയിലാട്ടോ ഞങ്ങൾ ഈ പച്ചക്കറി വാങ്ങുന്നത്. ഈ വാങ്ങുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു അവരുടെ തന്നെ പോയി വാങ്ങണമെന്ന്. എന്താണെന്ന് വെച്ചാൽ കച്ചറ കൂട്ടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് തന്നെ പച്ചക്കറി വാങ്ങിയപ്പോൾ മറ്റേ ചേച്ചി കിട്ടും ഇങ്ങനെ നോക്കുന്നു. ഇപ്പം എന്തായി ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ നടന്നു കേരള കട തിരഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്ക് നോക്കിയപ്പം അത് എത്ര ശനിയും ഞായറും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയപ്പം കേരള കടയും തപ്പി നടന്ന് പോകുന്ന വഴിക്കൊക്കെ എന്നെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ മുന്നേ ഇവിടെ ഒരു തവണ വന്ന സമയത്ത് പാർക്കിലൊക്കെ കയറി. ഇതാണോ പാർക്ക്, അയ്യേ ഈ പാർക്കിലേക്കാണോ വന്നതെന്നൊക്കെ ചോദിച്ച് ട്രോളുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ, മറച്ച് വെച്ച് ട്രോളുക. അങ്ങനെ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് എങ്ങനെ കേരള കട, അവിടുന്ന് പഴം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ആ മാർക്കറ്റിൽ നമ്മൾ നാടൻ പഴവും മറ്റേ പൂളയൊക്കെ പറയില്ലേ, പൂള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാങ്ങിച്ചില്ല. ഈ കാണുന്നത് അടയ്ക്കാട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് അടയ്ക്കാൻ വരാം, അതുകൊണ്ടാട്ടോ കാണിച്ചേ. അതൊന്നും വാങ്ങാതെ അയ്യോ കേരള ദുക്കാനിൽ നിന്ന് കിട്ടുമല്ലോ സാധനം അവിടെ വലുതായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ കാണുന്ന പാർക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. കേരള ദുക്കാനിൽ പോയിട്ട് വേണം ഫുള്ള് കേരളത്തിലെ സാധനം വാങ്ങാനെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ നടന്ന് അവിടെ എത്താനായപ്പോഴത്തേക്കാട്ടോ ഞങ്ങളുടെ വണ്ടി അവിടേക്ക് വന്നത്. അതുവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നതാണ്. ഈ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം നോക്കുക, എത്ര മണി വരെ അതും പറഞ്ഞാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അവരുടെ അമ്മയാണെങ്കിൽ അവരാദ്യമായിട്ടാണ് ചെരുപ്പിടുന്നത്. അവരുടെ മോളിടിച്ചാട്ടോ ചെരുപ്പ്. അവർക്ക് ചെരുപ്പിട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് കളിക്കുകയാണ് അവർ. അപ്പം നോക്കുമ്പോൾ അങ്ങനെ എന്നെ ട്രോളാനുള്ള പരിപാടി. ഞാനതാണ് ചിരിക്കുന്നത്. എന്നെ ഇങ്ങനെ ട്രോളിങ് കൊണ്ട് മുന്നിലൊരാൾ നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ സപ്പോർട്ടിന് ആളുണ്ട്. അങ്ങനെ പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ദുക്കാനിൽ പോയി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചക്കയില്ല, മാങ്ങയില്ല, പൂളയില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ പോയതുപോലെ അതേപോലെ നേരെ വണ്ടിയിൽ കയറിയിരുന്ന് തിരിച്ചിറങ്ങി 40-45 കിലോമീറ്റർ ഇത്ര കാര്യമായിട്ട് കേരളത്തിലെ സാധനവും വാങ്ങിക്കുക കറങ്ങുകയും ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അങ്ങനെ വീട്ടിലെത്തി. അതിനിടയ്ക്ക് ഇവരെന്നെ ട്രോളി ഒരുപാട് ട്രോളൊക്കെ കേട്ടങ്ങ് സഹിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.